എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ട വ്യക്തിയെ ഓർത്ത് കാണുക. നിങ്ങളുടെ ഇടയിലെ ഫൈറ്റിംഗ് എനർജി ഒഴിവാക്കാനാണ് പറയുന്നത്. കറണ്ട് എനർജി ഓഫ് യുവർ റിലേഷൻഷിപ്പ്, നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിലെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ബന്ധത്തിൻ്റെ എനർജിയാണ് നമ്മൾ നോക്കുന്നത്. രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടുന്നു. രണ്ട് വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും. നിങ്ങൾ ഇഷ്ടപ്പെട്ടതും അടുത്തതും ഇപ്പോൾ മുന്നോട്ട് പോകുന്നതൊക്കെ ഒരുമിക്കാൻ വേണ്ടിയാണ്. ലോകത്ത് എല്ലാ ആളുകളും, ലോകം മുഴുവനും നിങ്ങളെ രണ്ടുപേരെയും കൃത്യമായി നോക്കി കാണുന്നുണ്ട്. പരസ്പരം സ്നേഹിക്കുന്ന രണ്ടുപേരും. ലോകത്ത് ഒരുപാട് ആളുകൾ ഉണ്ട്, നിങ്ങൾക്കറിയാം. നിങ്ങളുടെ വ്യക്തി മാത്രമല്ല, ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട്. സ്ത്രീയും പുരുഷനും ഒക്കെ ആയിട്ട് വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ വ്യത്യസ്തമായ വിശ്വാസ പ്രമാണങ്ങൾ, വ്യത്യസ്തമായ ചിന്തകളുമായിട്ട് പോകുന്നവർ. അവരുടെ ഇടയിൽ നിങ്ങൾ എത്തി, നിങ്ങൾ രണ്ടുപേരും എത്തി. തീർച്ചയായിട്ടും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം വളർന്നു. നിങ്ങൾ സംസാരിക്കുകയും നിങ്ങളുടെ മനസ്സടുക്കുകയൊക്കെ ചെയ്തു. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ആദ്യമൊന്നും നിങ്ങൾക്കറിയില്ലായിരുന്നു. എന്തിനു വേണ്ടി പ്രണയിക്കുന്നു, എന്തിനു വേണ്ടി ഇഷ്ടപ്പെടുന്നു എന്നൊന്നും. പിന്നീട് ആ ബന്ധം നിങ്ങളിലേക്ക് എത്തി. ഇപ്പോൾ നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ നിങ്ങൾ പരസ്പരം ആഗ്രഹിക്കുന്നു സ്വന്തമാകാൻ, ഇരുവർക്കും പരസ്പരം. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ, പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രതികൂല സാഹചര്യത്തെയും, എല്ലാ പ്രശ്നത്തെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതെല്ലാവർക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്. ആ സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ വ്യക്തിയുമായി ഒരുമിച്ച് ചേർന്ന് കൊണ്ടുള്ളൊരു ജീവിതം തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ്, നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ചേർന്ന് ഒരുമിച്ച് മുന്നോട്ട് പോകണം. ഒറ്റപ്പെട്ടു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾ തേടുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങളുടെ വ്യക്തിയാണ്. നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുന്ന, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ കഴിയുന്ന, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തി. ആ വ്യക്തി നിങ്ങളെ ഹൃദയം തുറന്ന് സ്നേഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എത്ര കാലഘട്ടം, എത്ര പ്രശ്നങ്ങൾ, അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട്, അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും കടന്നുപോയി. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും കടന്നുപോയപ്പോൾ, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഇഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾക്കൊരിക്കലും മറക്കാൻ കഴിയുന്നില്ല നിങ്ങളുടെ വ്യക്തിയെ. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ അത്രമാത്രം ഇഷ്ടപ്പെടുന്നു, നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ അത്രമാത്രം സ്നേഹിക്കുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണ്, ജീവിക്കുകയാണ്. എന്നും ഒന്നായി ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മനസ്സ് പറയുന്ന അതാണ്. ഒരിക്കൽ പോലും അകന്നു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയപ്പോൾ പലതും നിങ്ങൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ അകൽച്ചയുണ്ടായി, നിങ്ങളുടെ ജീവിതത്തിൽ 2-3 താല്പര്യങ്ങളുണ്ടായി. ജീവിതം പരാജയപ്പെടുന്ന അവസ്ഥ വരെ എത്തി. മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ. നിങ്ങളുടെ കുറ്റമല്ല എന്ന് നിങ്ങൾ പറയുന്നു. ശരിയായിരിക്കാം, നിങ്ങളുടെ കുറ്റമായിരിക്കില്ല. ആ വ്യക്തിയെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചപ്പോൾ, ആ വ്യക്തിയെ നിങ്ങൾ ആത്മാർത്ഥമായി ഇഷ്ടപ്പെട്ടപ്പോൾ
ചില പ്രതിസന്ധികളുണ്ടായി, ചില പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ തടസ്സങ്ങൾ ജീവിതത്തിലുണ്ടാകുന്നു. നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ഫൈറ്റ് എനർജി ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ, സംഘർഷങ്ങൾ, രണ്ട് വാദഗതികൾ, രണ്ട് ഇഷ്ടങ്ങൾ ആദ്യമൊക്കെ ഒന്നായി പരിഗണിച്ച, ഒന്നായി കണ്ട നിങ്ങളിൽ രണ്ടെന്ന ഭാവം ഉണ്ടായിരിക്കുന്നു. അതിലാരാണ് വലുത്, ആരാണ് ചെറുത് എന്നുള്ള മറ്റൊരു ചിന്തയും ഉണ്ടാകുന്നു. അങ്ങനെ ജീവിതത്തെ കൃത്യതയാർന്ന രീതിയിൽ കൊണ്ടുപോകാൻ കഴിയാതെ രണ്ട് ധ്രുവങ്ങളിൽ അകപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. രണ്ട് ധ്രുവങ്ങളിൽ അകപ്പെട്ടാൽ നിങ്ങൾക്കതൊട്ടും സഹിക്കാൻ കഴിയുന്നതായിരിക്കില്ല. രണ്ട് ധ്രുവങ്ങളിൽ അകപ്പെട്ടാൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. എങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ള ചിന്ത നിങ്ങളിലേക്ക് എത്തും. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള വഴക്ക് മാറി ഒരേ മനസ്സായിട്ട് മുന്നോട്ട് പോകണം. രണ്ട് അഭിപ്രായങ്ങൾ ഒരിക്കലും നല്ലതല്ല. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ഭാര്യയോ കാമുകനോ കാമുകിയോ ആകർഷണമുള്ള വ്യക്തിയോ ആരും ആവട്ടെ, നിങ്ങൾക്ക് സ്നേഹം തോന്നുന്ന വ്യക്തിയായിരിക്കട്ടെ, ഒരിക്കലും രണ്ട് ധ്രുവങ്ങളിൽ നിങ്ങൾ നിന്നാൽ നിങ്ങൾക്കൊരിക്കലും ഒന്നാകാനും നിങ്ങളുടെ തെറ്റുകൾ ഒക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മെച്ചപ്പെട്ടൊരു ജീവിതം ജീവിക്കാനും കഴിയില്ല. തെറ്റുകൾ സംഭവിക്കാത്തവരില്ല, തെറ്റുകളിലൂടെ അറിയാതെ വഴുതി വീഴാത്തവരില്ല. പക്ഷെ അതിനുശേഷം നമ്മൾ നേടുന്ന, നമ്മൾ സ്വായത്തമാക്കുന്ന അറിവും അതിൻ്റെ ഫലവുമാണ് നമ്മളെ നയിക്കുന്നത്. ഒരിക്കലും പ്രതിസന്ധികളിൽ തളരാതെ നിങ്ങൾ മുന്നോട്ട് പോയാൽ, പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുമായി ചേർന്ന നല്ലൊരു ജീവിതമാണ്. ആ ജീവിതം നിങ്ങൾക്ക് നൽകാൻ നിങ്ങളുടെ ശക്തിക്ക് സാധിക്കും. നിങ്ങൾ ആത്മാർത്ഥമായാണ് സ്നേഹിച്ചത് എന്നുള്ളത് അതിൻ്റെ എല്ലാ തലത്തിലും നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാകുകയും അവയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊന്നാകാൻ കഴിയുകയും ചെയ്യും. ഒന്നും ഭയപ്പെടാനില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഒന്നും ഭയപ്പെടാനില്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാനും നിങ്ങൾക്ക് കഴിയും. ജീവിതം നിങ്ങൾക്ക് സമ്മാനിക്കാനിരിക്കുന്നത്, ജീവിതം നിങ്ങൾക്ക് നൽകാനിരിക്കുന്നത് വലിയ മുന്നേറ്റങ്ങൾ തന്നെയാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, അതെല്ലാം നിങ്ങൾ കരുതുന്നത് പോലെ ഒരിക്കലും ചെറുതല്ല. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ചിരുന്നു, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിച്ചിരുന്നു. അതെല്ലാം ശരി തന്നെ. പക്ഷെ ഒരിക്കലും നിങ്ങൾ തകർന്നടിയുകയില്ല, നിങ്ങൾക്കൊരു നഷ്ടം സംഭവിക്കില്ല. കാരണം നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾ ശ്രമിക്കേണ്ടത് അഭിപ്രായ വ്യത്യാസങ്ങളിൽ ആ വ്യക്തിയുമായിട്ടുള്ള വിരുദ്ധ അഭിപ്രായത്തെ ഇല്ലാതാക്കണം. ആ വിരുദ്ധാഭിപ്രായം നിങ്ങളെയും ആ വ്യക്തിയെയും രണ്ടാക്കി കളയും. അതിൻ്റെ പിന്നിലുള്ള വാശിയും വേണ്ട. അതപ്പോൾ മാത്രം തോന്നുന്ന, അപ്പോൾ മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചില കാര്യങ്ങളാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് വിജയത്തിൻ്റെ കൊടി പാറിക്കാനും കഴിയും. ആരും നിങ്ങളെ തകർക്കില്ല, തച്ചടക്കില്ല. അഭിപ്രായങ്ങളുടെ വിരുദ്ധത നിങ്ങളുടെ ബന്ധങ്ങളെ ഒരിക്കലും തകർക്കണ്ട. അന്യരാണെങ്കിൽ പോലും നമ്മൾ മറ്റൊരാളുമായുള്ള അഭിപ്രായ വ്യത്യാസം, വിരുദ്ധത ഉണ്ടായാൽ വഴക്കടിക്കാതെ പോവുക. ഇത് നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ സംയമനം മാത്രം പോരാ. ഇവിടെ രണ്ടഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ
നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, അതിന് നിങ്ങളുടെ മനസ്സ് സജ്ജമാക്കിയാൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. അതിൽ വിജയിച്ച് മുന്നേറാൻ നിങ്ങൾക്ക് കഴിയും. അത് നിങ്ങളെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കുക തന്നെ ചെയ്യും. എത്ര പ്രതിസന്ധികൾ, എത്ര പ്രശ്നങ്ങൾ ഒരുപക്ഷെ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടാകാം. അവയിൽ നിന്നെല്ലാം ഉയിർക്കൊണ്ടിട്ട്, അവയിൽ നിന്നെല്ലാം രക്ഷ കിട്ടിയിട്ട് നിങ്ങൾ ജീവിതത്തിൻ്റെ മുന്നേറ്റങ്ങളിലേക്ക് എത്തുമ്പോൾ ജീവിതം നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് പുതിയ പുതിയ അവസരങ്ങളായിരിക്കും. അഭിപ്രായത്തിലെ 2 അഭിപ്രായം അത് അകലാൻ ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഫൈറ്റിംഗ് എനർജി വേണ്ട. അഭിപ്രായം നിങ്ങൾ പറയുന്നത് ആ വ്യക്തി അംഗീകരിക്കാതിരിക്കുമ്പോൾ, ആ വ്യക്തി പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഹൃദയത്തിൽ വിഷമം ഉണ്ടാകുന്നു. ആ വിഷമം നിങ്ങളെ വല്ലാതെ ബാധിച്ചേക്കാം. ആ വിഷമം നിങ്ങളെ ഒരുപാട് സംഘട്ടനങ്ങൾക്കും ഒരുപാട് വിഷമങ്ങൾക്കൊക്കെ പ്രേരിപ്പിച്ചേക്കാം. അതിൽ നിന്ന് ഉയർന്ന് മാറി വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയണം. വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഒരുമിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഫൈറ്റിംഗ് എനർജി നിങ്ങളെ തച്ചടച്ച് കളയും. നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ബന്ധത്തിലെ കറണ്ട് എനർജി അത് താഴ്ന്നു പോകാൻ പാടില്ല. അത് താഴ്ന്നു പോയാൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ അത് സാരമായി തന്നെ ബാധിക്കും. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. അത് സംഭവിച്ചാൽ അത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ തന്നെ വലിയ തകർച്ചയായി മാറും. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് എനർജിയോടെ, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങളെ ആർക്കും നിങ്ങൾ ഒരുമിച്ചൊരു തീരുമാനം എടുത്താൽ തകർക്കാൻ കഴിയില്ല. ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. എതിരഭിപ്രായങ്ങളൊക്കെ പറഞ്ഞാലും ശരി, എല്ലാ കാര്യത്തിനും ആ വ്യക്തിക്ക് നിങ്ങൾ മനസ്സിൽ വേണം. പുറമേ ആളുകളായിട്ട് വഴക്ക് അടിക്കുമ്പോഴോ, പുറമേ ആളുകളുടെ മുമ്പിൽ തൻ്റെ വില കളയണ്ടെന്നൊക്കെ വിചാരിച്ച് ഒരുപക്ഷെ ഒരുപാട് സമയത്തേക്ക് അതൊക്കെ മാറ്റിവെച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളിലെ ആ ഫൈറ്റിംഗ് എനർജി നിങ്ങളാദ്യം ഒഴിവാക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നും ആ വ്യക്തിയല്ലേ അത് ഒഴിവാക്കേണ്ടതെന്ന്. പക്ഷെ നിങ്ങൾ ആദ്യം അത് ഒഴിവാക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായൊരു ഐശ്വര്യം ജീവിതത്തിൽ കടന്നു വരുന്നു. നിങ്ങൾക്ക് കൃത്യമായൊരു മുന്നേറ്റം ജീവിതത്തിൽ കടന്നു വരുന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ജീവിതത്തിലെ ഏറ്റവും നിങ്ങളെ സ്വാധീനിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നു. ആർക്കും തകർക്കാനും തച്ചടക്കാനും കഴിയാത്ത ഏറ്റവും തീക്ഷ്ണമായ, ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതാവസ്ഥയിലേക്ക് നിങ്ങൾക്കെത്താൻ കഴിയുന്നു. നിങ്ങളെ ആർക്കും തകർക്കാനോ തച്ചടക്കാനോ നിങ്ങളുടെ ജീവിതത്തിലെ നന്മയെ ഇല്ലാതാക്കാനോ സാധിക്കില്ല. എല്ലാവർക്കും നിങ്ങളെ സ്നേഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ. പ്രത്യേകിച്ച് നിങ്ങളുടെ വ്യക്തിക്ക്. നിങ്ങളുടെ വ്യക്തിയുമായൊരു ഫൈറ്റിംഗ് എനർജി ഉണ്ടായിട്ട് നിങ്ങൾ മറ്റുള്ളവരോട് നല്ല ബന്ധം സ്ഥാപിച്ചിട്ട് എന്താണ് കാര്യം? നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിലെ ആ കറണ്ട് എനർജി ഏറ്റവും നല്ല രീതിയിൽ ഉയരണം. അത് താഴ്ന്നു പോയാൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടാവും. അത് നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടാവും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും വിജയിക്കാനൊക്കെ കഴിയും. നിങ്ങൾ മുന്നോട്ട് വച്ച നന്മ, നിങ്ങൾ മുന്നോട്ട് വച്ച ആശയങ്ങൾ അത് തീക്ഷ്ണമായി വിജയിക്കും. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പരസ്പര ഇഷ്ടത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആ ഗ്രാഫ്
ഉയരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.